ടൗണിലെത്തിയ പിന്നെ അച്ചായൻസ് കാരണം തിരിച്ചു വരവ് എനിക്കില്ല. ബിക്കോസ് അത്രയും ഞാൻ അഡിക്റ്റഡ് ആണ്. തിരിച്ച് വരുമ്പോൾ അച്ചായൻസ് കയറിയില്ലേ മനസ്സിലൊരു വിങ്ങലാണ് ഗൈസ്. അപ്പം നമ്മുടെ ന്യൂ ഇയർ ഈവനിങ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് അച്ചായൻസ് കഫേയിലായിരുന്നു. ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. അപ്പം ഞാനും ആപ്സും കൂടെ ഏകദേശം 7:30 ഒക്കെ ആയി അവിടെ എത്തിയപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ ആസ് യൂഷ്വൽ ഒരു ക്രീം ഓഫ് മഷ്റൂം സൂപ്പ് ഓർഡർ ചെയ്തു. ആൻഡ് അതിന് ശേഷം എന്തെങ്കിലും ഫില്ലാക്കുന്ന എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അന്ന് നമ്മൾ ആദ്യമായിട്ട് ബീഫ് സ്റ്റീക്ക് ട്രൈ ചെയ്തു. ഇതൊരു ആവറേജ് ഡിഷായിരുന്നു. അത്ര അടിപൊളി ടേസ്റ്റൊന്നുമല്ല. ഞാനങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് ബാക്കിയുള്ള ഡിഷസൊക്കെ അവിടുത്തെ അടിപൊളിയാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ചാൻസിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്, ഒരു പാർക്കിംഗ് ആ ഏരിയ ഒക്കെയാണ്. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂട്ടി പൈ പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ റഷ് ആയതുകൊണ്ട് ക്യൂട്ടി പൈന്ന് മാറ്റി നമ്മൾ ബബിൾ ബേയിൽ പോയി. അവിടെ ആക്ച്വലി കേക്ക് ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം അവിടുത്തെ ആൾ റെക്കമെൻഡ് ചെയ്തതാണ് താഫിൽ പോയി. അങ്ങനെ നമ്മൾ താഫിൽ പോയി. ആദ്യം അവിടുത്തെ ഒരു പയ്യൻ ഡേറ്റ് ഇയറൊക്കെ എഴുതിയെങ്കിലും എനിക്കത്ര ഇഷ്ടമായില്ല. കുളമാക്കി എഴുതി. ഒരു ബംഗാളി പയ്യനായിരുന്നു. അപ്പം ഞാൻ തന്നെ വാങ്ങി എഴുതി. ഇതും അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. എങ്കിലും ആ ഒരു 2 ഒക്കെ കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നി. നമ്മളവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇത് കുറച്ചുകൂടെ റോ വീഡിയോ ആണ്. നമ്മുടെ കോൺവെർസേഷൻസും ഒക്കെ ഇതിലുണ്ട്. ബിക്കോസ് കുറേ നാൾ കഴിയുമ്പോൾ ഇത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരുപാട് റഷ് എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും റോഡിലൊന്നും തീരെ തിരക്കുണ്ടായിരുന്നില്ല. ആൻഡ് ലൈഫിൽ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ ഈവനിങ് ഒരു ബീച്ചിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീടിനടുത്ത് മാരാരി ബീച്ചിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഓ ഗോഡ്, ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതൊക്കെ വിറ്റ്നസ് ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. പോവാൻ എല്ലാവരും എൻജോയ് ചെയ്തു.